കൊല്ലത്തെ സ്കൂൾ കലോത്സവ വേദിയിലേക്ക് കോഴിക്കോട് നിന്ന് സ്വർണ്ണക്കപ്പ് ഇന്ന് യാത്രയാകും. ഇത്തവണയും കപ്പ് തിരികെ എത്തിക്കണമെന്ന പ്രതീക്ഷയിലാണ് സ്വർണ്ണക്കപ്പിനെ കുട്ടികൾ യാത്രയാക്കുന്നത്. ആദ്യമായാണ് സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയായി കൊണ്ടുപോകുന്നത്. സ്കൂൾ കലോത്സവത്തിലെ സ്വർണ്ണക്കപ്പിന് പിന്നിലും ചില കഥകളുണ്ട്. 1985 കൊച്ചിയിൽ രജത ജൂബിലി കലോത്സവം നടക്കുമ്പോൾ മത്സരങ്ങൾ കാണുവാൻ എത്തിയതായിരുന്നു മലയാളത്തിന്റെ പ്രിയ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അതേസമയം തന്നെ നെഹ്റു ട്രോഫി ഫുട്ബോളും കൊച്ചിയിൽ നടക്കുന്നുണ്ട്. സ്വർണ്ണക്കപ്പിനായുള്ള കാൽപന്താവേശം മനസ്സിലാക്കിയ വൈലോപ്പിള്ളി കലയ്ക്കു വേണ്ടിയും ഒരു സ്വർണ്ണ കിരീടം വേണമെന്ന് നിർദ്ദേശിച്ചു. ആശയം അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി TM ജേക്കബിനും ബോധിച്ചു. ഒടുവിൽ ചിത്രകാരനായ ചിറയൻകീഴ് ശ്രീധരന്റെ രൂപകൽപ്പനയിൽ വിദ്യ, കല, നാദം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന ആ സ്വർണ്ണക്കപ്പും ഉണ്ടായി. കേരളത്തിന്റെ 62ാമത് സ്കൂൾ കലോത്സവം കൊല്ലത്തെത്തുമ്പോൾ വിദ്യാർത്ഥികളുടെ ലക്ഷ്യം ഒന്നാണ്: കപ്പടിക്കണം. നിലവിലെ ചാമ്പ്യന്മാരായ കോഴിക്കോട് തങ്ങളുടെ തട്ടകത്തിൽ നിന്ന് ആ സ്വർണ്ണക്കപ്പിനെ ഇന്ന് യാത്രയാക്കും. ആദ്യമായാണ് സ്വർണ്ണക്കപ്പ് ഘോഷയാത്രയായി കൊണ്ടുപോകുന്നത്. ജനം, കോഴിക്കോട്.